കേരളത്തിലെ മ്യൂസിക് ഡയറക്ടേഴ്സിനെ ഒന്നുമല്ല ഞാൻ, മറിച്ച് തമിഴ്നാട്ടിലേക്ക് പോയി അവിടെ നിന്നേ ഒരാളെ തൂക്കി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. എൻ്റെ കൂടെ മ്യൂസിക് ഡയറക്ടർ ദിബു നൈനാൻ തോമസ്. Yes. ആക്ച്വലി ദിബു തമിഴ് സംഗീത ലോകത്താണ് പ്രശസ്തനെങ്കിലും ശരിക്കും നമ്മുടെ നാട്ടിലെവിടാ സ്ഥലം? ഞാൻ കോട്ടയംകാരനാ. ഓക്കെ, കോട്ടയത്ത് ജനിച്ചതേ ഉള്ളൂ അതോ പിന്നെ ഞാൻ സ്കൂള് വരെ കോട്ടയത്തായിരുന്നു. ഓക്കെ, അതിനുശേഷം എഞ്ചിനീയറിംഗാണ് പഠിക്കാൻ പോയത്. അത് തമിഴ്നാട്ടിലായിരുന്നു. പിന്നെ അവിടെ തൊട്ട് പതുക്കെ അങ്ങനെ. ഓ, അപ്പൊ അവിടെ നിന്നാണ് നമ്മളുടെ സിനിമ എന്താ പറയാ ബന്ധങ്ങളൊക്കെ വരുന്നതും. അതെ, അതായത് ഞാൻ പഠിച്ച കോളേജിൽ നിന്ന് തന്നെ കുറേ പേര് സിനിമയിലുണ്ട്. അതായത് എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു ശിവകാർത്തികേയൻ, പിന്നെ അരുൺ രാജ കാമരാജ് കന്നഡ ഡയറക്ടർ, പിന്നെ എൻ്റെ സീനിയർ ആയിരുന്നു സന്തോഷ് നാരായണൻ. ഞങ്ങളെല്ലാം അവിടുത്തെ ആർട്സിൻ്റെ അകത്ത് ഇങ്ങനെ വർക്ക് ചെയ്യുമായിരുന്നു. ഈ എഞ്ചിനീയറിംഗിൻ്റെ അകത്ത് തന്നെ ഈ പാട്ട് പരിപാടിയും ഞങ്ങള് അന്വേഷിച്ചടക്കമായിരുന്നു ഇത് ആരപ്പാ ഇത് ചെയ്തു വെച്ചേക്കുന്നതെന്നുള്ളത്. ഏത് കൺകൾ ഏതോ പാട്ട് ഭയങ്കര സ്മൂത്താ സിമ്പിളാന്ന് തോന്നും, പക്ഷെ അവിടുന്ന് ആ ഇറക്കമുണ്ടല്ലോ അത് എല്ലാവർക്കും ഒരുപോലെ കിട്ടണമെന്നില്ല. അപ്പൊ ആ റൂട്ട് വന്ന വഴിയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാലോ, എങ്ങനെയായിരുന്നു ആ പാട്ടിന്റെ ഒരു തുടക്കമൊക്കെ? ചിത്ത ആക്ച്വലി സിദ്ധാർത്ഥ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അതിനു മുമ്പ്. അപ്പം ചിത്ത പുള്ളിക്ക് വന്നപ്പം പുള്ളി ഇങ്ങനെ പറഞ്ഞു അത് പുള്ളിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറേ ആൾക്കാർ അസോസിയേറ്റ് ചെയ്യുന്നതായിരുന്നു. അപ്പം ഞാനും അതിൻ്റെ അകത്തൊരു പാർട്ടായി. അപ്പം അങ്ങനെ അത് ഒരു പാട്ട് ചെയ്ത് അതിൻ്റെ അത് 3 പാട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതെ, ഒരുപാട് ഹിറ്റുകൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഹിറ്റുകൾ തന്നിട്ടുണ്ട്. ഇപ്പം കപിൽ കപിലൻ എന്ന് പറയുന്ന ഒരു പാട്ടുകാരനെ നമ്മൾ അറിയാൻ തുടങ്ങിയത് തന്നെ അടിയേ ആ പാട്ടിലാണ്. അപ്പോൾ അതൊക്കെ താങ്കളുടെ ക്രിയേറ്റിവിറ്റിയിൽ നിന്ന് വന്ന സംഭവമാണ്. കപിൽ അത് എപ്പോഴും പറയും, കപിൽ നല്ല സ്ട്രെയിൻ എടുത്ത് പാടിയ പാട്ടാ അടിയേ ആക്ച്വലി. അതിന് പക്ഷെ അത് ആ ഡെഡിക്കേഷന് എനിക്കൊന്ന് നല്ല റിസൾട്ടും വന്നു കപിലിന്. പുള്ളി ഓൾമോസ്റ്റ് ലൈക്ക് 2-3 ദിവസം എടുത്താ അത് പാടിയത്. ഈവൻ അതിർസിം വെച്ചാൽ ആദ്യത്തെ കുറച്ച് പോർഷൻസേ ഉള്ളൂ അത്ര ഒരു ഇതായിട്ടുള്ളത്. പക്ഷെ എന്നാലും ഓരോ അതിൻ്റെ ഒരു ബ്രീത്ത് വരെ നോക്കിയാണ് ഞങ്ങളത് റെക്കോർഡ് ചെയ്ത്. ഈവൻ കൺകളേതോ നിങ്ങൾ ഇനി തിരിച്ച് കേട്ടാൽ മനസ്സിലാവും, അതിൻ്റെ അകത്തൊരു ബ്രീത്ത് വരെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓ, ഓക്കെ, അടിപൊളി. എന്നാണെങ്കിൽ ഇപ്പോൾ എനിക്കൊന്നും മലയാളത്തിലേക്ക് അങ്ങനെ, നമ്മൾ മലയാളിയാണ്, പക്ക കോട്ടയംകാരനാണ്, എഞ്ചിനീയറിംഗ് പഠിക്കാനൊന്ന് തമിഴ്നാട്ടിലേക്ക് പോയതാണ്, പിന്നെ അവിടെ അങ്ങ് കുടിയേറി. മലയാളത്തിൽ നമുക്ക് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ന്യൂസ് ARM ആണ്, അജയന്റെ 2ാം മോഷണം. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ പറയാം അല്ലേ? ജിതിൻ അപ്രോച്ച് ചെയ്യുമ്പം പുള്ളിയോട് പറഞ്ഞ ഈ പടം സംസാരിക്കുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ 90s. അപ്പം ഒരു 90 വൈബുള്ള ഒരു പാട്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ ആ കിളിയെ തത്തക്കിളിയെ അങ്ങനത്തെ ഒരു വേർഡ്സ് വെച്ച്, ഇറ്റ്സ് നോട്ട് ലൈക്ക് ഇപ്പം നമ്മൾ ഇറങ്ങുന്ന പാട്ടുകളുമായിട്ട് അതിനെ അങ്ങനെയല്ലല്ലോ അത്. അപ്പം ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചപ്പോൾ പറഞ്ഞു ചെണ്ട. അപ്പം ഞങ്ങളിവിടെ ആട്ടം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, സോ അവരുമായിട്ട് നിന്നിട്ട് ലൈവ് എടുത്തു. ഞങ്ങളൊരു വലിയൊരു പറമ്പിൽ ഇവരെ എല്ലാം കൂടെ അസംബിൾ ചെയ്യിപ്പിച്ചിട്ട് മൈക്ക് ചെയ്ത് ഒരു വലിയ പ്രോസസ്സായിരുന്നു. ഒരു 30 പേരെ അത് റെക്കോർഡ് ചെയ്തിട്ട് പിന്നെ അതുപോലെ തന്നെ ഒരു 40 പേര് ബുദാപെസ്റ്റിൽ നിന്ന് സ്ട്രിങ്സ് വായിച്ചു. സോ ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. എന്ന് വെച്ചാൽ ഇത്രയും പേരെല്ലാം ഇതിൻ്റെ അകത്ത് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയാണ് അതിന് കോമ്പിനേറ്റ് ചെയ്തത് ഞങ്ങൾ ആ പാട്ടിനെ. അപ്പം ഇതാണ് 90s ഒരു വൈബായിരുന്നു ഞങ്ങളുടെ അൾട്ടിമേറ്റ് ഗോൾ. ഈ മ്യൂസിക് ഡയറക്ടറിനോട് നമ്മൾ എന്ത് ചോദിച്ചാലും വളരെ ലൈറ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. അതായത് അതിലൊന്നും വലിയ കാര്യമില്ലെന്നേ, അതൊക്കെ അങ്ങനെ വരുവാന്നേ. പക്ഷെ അങ്ങനെ ആയിരിക്കണം ഒരു മ്യൂസിക് ഡയറക്ടർ, അതോ നമ്മൾ ജില്ലെന്ന് നിൽക്കണം, എന്നാലേ നമുക്ക് വർക്കുകളും വരുള്ളൂ. ഞാൻ അങ്ങനെ എനിക്ക് അതിലത്രയും ഇതില്ല കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പണി അറിയാവുന്നവനെ തപ്പി വരുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല. അങ്ങനെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ അത് നമ്മളിങ്ങനെ കൂടുതൽ അങ്ങനെ പറയണമെന്നൊന്നും ഇല്ലെന്ന് തോന്നുന്നു. നമുക്ക് നമ്മുടെ വർക്ക് നന്നായിട്ട് വരണമെന്നുള്ള എൻ്റെയൊക്കെ ആഗ്രഹം. എന്തായാലും ഇപ്പം നമ്മൾ ഈ കിളിയെന്നൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് മനു മഞ്ചത്തിന്റെ വരികളായിരുന്നു. അതെ, മനു അമേസിംഗ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. പുള്ളി വളരെ എൻജോയ് ചെയ്ത് എഴുതിയ ഒരു വർക്കുമാണ് കേട്ടോ. ഓക്കെ, എന്താണെങ്കിലും ഈ പാട്ട് പാടിയിരിക്കുന്നത് മലയാളത്തിൽ പാടിയിരിക്കുന്നത് നമ്മുടെ ഹരിശങ്കറാണ്. പക്ഷെ ഇത് തമിഴിൽ പാടിയിരിക്കുന്നത് കപിൽ കപിലനാണ്. കപിൽ കപിലനുമായി താങ്കൾക്ക് വല്ലാത്തൊരു ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഹലോ ദിവിചേട്ടാ, നാട്ടിലെത്തിയോ? ഞാൻ തന്നെയാണ്, കപിലാണ്. എനിക്ക് തോന്നുന്നു ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഈ ഒരു പടം ഇതിന്റെ റിലീസിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. എനിക്ക് പേഴ്സണലി അറിയാം എന്തുമാത്രം ഹാർഡ് വർക്ക് ഇതിനകത്ത് ചേട്ടൻ ഇട്ടിട്ടുണ്ടെന്നുള്ളത്. ഞാനും പല സിനേറിയയിലും ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. സോ എല്ലാവർക്കും ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഈ പടം ഒരു മൈൽ സ്റ്റോൺ ആവട്ടെ എന്നുള്ളത് തന്നെയാണ് എൻ്റെ പ്രാർത്ഥന. പിന്നെ പൂവേ എന്നുള്ള പാട്ടിന്റെ ഒരു 3 ലാംഗ്വേജോളം പാടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായി. സോ അതിലും ഒരുപാട് സന്തോഷം. സോ ചേട്ടാ, പരിപാടികൾ ഗംഭീരമാവട്ടെ, നമുക്ക് തിരിച്ചു വന്നിട്ട് കാണാം.
കപിൽ എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് ഒരു ഫാമിലി പോലെ തന്നെയാണ്. ഞാൻ എൻ്റെ ഫസ്റ്റ് പടം ഈ മരകാ നാണയം, ആ സമയത്ത് ആ ആൽബത്തിലും പാടിയിട്ടുണ്ട് കപിൽ. എൻ്റെ എല്ലാ ആൽബത്തിലും പാടിയിട്ടുണ്ട്. പക്ഷേ എല്ലാരും പുള്ളിനെ തിരിച്ചറിഞ്ഞത് ബാച്ചിലറിൽ അടിയെ പാടിയപ്പോഴാണ്. അതെ അതെ അതെ. കപിലായിട്ട് നേരത്തെ ഫ്രണ്ട്സ് ആയിരുന്നോ നിങ്ങള്? ഫ്രണ്ടാണ്, ബട്ട് മോർ ദാൻ ലൈക്ക് ഒരു ബ്രദർ, ഒരു അഫെക്ഷൻ ആണ് എനിക്ക്. അപ്പം എൻ്റെ ഫസ്റ്റ് പടത്തിലും പാടാൻ വന്നതാ ആ സമയത്ത്. അപ്പം അതിനുശേഷം എപ്പോഴും ത്രൂ ഔട്ട്. പിന്നെ ഞങ്ങള് ഇതിപ്പോൾ എൻ്റെ വീടാണ്, ആ റൂം അവൻ്റെ വീട്. അപ്പം ഞങ്ങള് ലൈക്ക് നെയ്ബേഴ്സ് ആൻഡ് എല്ലാം കൊണ്ടും. ദിബുവിനെ മൊത്തത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ ദിബു ഒരുപാട് ഫ്രണ്ട്ഷിപ്പിന്റെ കഥകൾ പറയാണ്. ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ ശിവകാർത്തികേയനും അതുപോലെ ഇതിന്റെ ഡയറക്ടർ അരുൺ കാമരാജ്, പുള്ളി ഒരുമിച്ച് പഠിച്ചു. സന്തോഷ് നാരായണനൊക്കെ സീനിയർ ആയിരുന്നു. ഇപ്പൊ കപില് ഫ്രണ്ടാണ്. സോ ടോട്ടലി ഒരു ഫ്രണ്ട്ഷിപ്പിലാണ് നമ്മളുടെ പല പടങ്ങളും എന്ന് വേണമെങ്കിൽ പറയാം. അതായത് അപ്പൊ പാട്ടുകാരെ നമ്മൾ തീരുമാനിക്കുമ്പോഴും ഫ്രണ്ട്സിന് ഇമ്പോർട്ടൻസ് അങ്ങനെ നമ്മൾ ചെയ്യാറുണ്ട്? അങ്ങനെയൊന്നുമില്ല. അതായത് പ്രൊഫഷണൽ ആയിട്ട് തന്നെയാണ് പോകുന്നത്. ഓക്കെ. പക്ഷേ ഈ ഫ്രണ്ട്സ് കട്ട കലിപ്പാവാറുണ്ട്. ഇപ്പൊ ശിവകാർത്തികേയനൊക്കെ എനിക്ക് തോന്നുന്നു ആക്ടിങ്ങിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഭയങ്കര സീരിയസ് ആയിരിക്കും. ഇല്ല അങ്ങനൊന്നും വെച്ചാൽ അതെ പ്രൊഫഷൻ തന്നെ. അത് കഴിഞ്ഞിട്ടുള്ള സമയം ഫ്രണ്ട്സ് അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പുള്ളി പാടിയിട്ടുണ്ട്, നമുക്കൊരു പാട്ട് പാടിയിട്ടുണ്ട്. അത് കന്നയിലല്ലേ? കനയില്, അതെ, വായാടി പെത്ത മകളെ കൊണ്ടും പാടിച്ചിട്ടുണ്ട്. അത് ആരുടെ തീരുമാനമായിരുന്നു? അത് ആക്ച്വലി ഞങ്ങൾ എല്ലാവരും കൂടെ എടുത്തൊരു തീരുമാനം. അതായത് അപ്പനും മകളുടെയും ഒരു പടമാണത്. അപ്പം ഇങ്ങനെ നമുക്കൊന്ന് ട്രൈ ചെയ്താൽ, കാരണം ആ കുഞ്ഞ് നന്നായിട്ട് പാടും. അതിന് അപ്പം ബൈഹാർട്ട് ചെയ്യാനേ പറ്റത്തുള്ളൂ. അതിന് വായിക്കാനുള്ള പ്രായമായിട്ടില്ല. 3 വയസ്സെങ്ങാണ്ടായിരുന്നു. അപ്പം 3.5 വയസ്സ്. അപ്പം അത് ആ 8 ലൈൻസ് ബൈഹാർട്ട് ചെയ്തു. എന്നിട്ട് അതൊരു ഇങ്ങനെ സിംഗിൾ ടേക്ക് ആയിരുന്നു. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ ടേക്സ് പോലെ ഒരു 4-5 എണ്ണം എടുത്തു. അതിൽ നിന്ന് ഞാൻ ബെസ്റ്റ് എടുത്തിട്ട് വെച്ചു. ദിബുവിന് ചെറുപ്പത്തിലേ 4-5 ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്തെ മ്യൂസിക് ഡയറക്ടർ ആവണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ് താങ്കൾ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. വളർന്നു വലുതായപ്പോഴും ആ ആഗ്രഹം എങ്ങനെയൊക്കെ അറിഞ്ഞു? ഓക്കെ, പറ. താങ്കൾ മൈൻഡിൽ വിചാരിക്കുന്നൊക്കെ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് വളർന്ന് വലുതായിട്ടും ആ ആഗ്രഹം മാറുന്നില്ല. നമ്മൾ മ്യൂസിക് ഡയറക്ഷൻ എന്ന് പറയുന്നത് തന്നെയായിരുന്നു നമ്മുടെ ലക്ഷ്യം. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ എഞ്ചിനീയറിംഗിലേക്ക്? ഞാൻ ആ സമയത്ത് +2 കഴിഞ്ഞപ്പം വീട്ടിൽ പറഞ്ഞതാ എനിക്കിങ്ങനെ ഇതിലോട്ടൊക്കെ പോകണമെന്ന്. അപ്പം ഒന്നാമത്തെ കാര്യം, വീട്ടിൽ ഞാനാണ് ആദ്യത്തെ മനുഷ്യൻ സിനിമയുമായിട്ട് ബന്ധമുള്ള. സോ എനിക്കങ്ങനെ വീട്ടിലങ്ങനെ ഒരു ഗൈഡൻസോ അല്ലെങ്കിൽ സിനിമയിലുള്ള ആരും ഇല്ലായിരുന്നു. ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഇങ്ങനെ ചാൻസൊക്കെ ചോദിച്ച് തന്നെ മുന്നോട്ട് വരുന്ന ഒരാളാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്കപ്പോൾ അന്നുണ്ടായിരുന്ന വീട്ടിലുണ്ടായിരുന്നൊരു വീട്ടുകാർ പറഞ്ഞിരുന്നൊരിത്, നീ ഇതൊന്ന് പഠിക്കുക എന്ന് വെച്ചാൽ എന്തെങ്കിലും പഠിക്കുക. കാരണം അവർക്കും അറിയത്തില്ല, എനിക്കും അറിയത്തില്ല. മനസ്സിലായോ? എനിക്കങ്ങനെ ഭയങ്കര ബോൾഡായിട്ട് ഡിസിഷൻ എടുക്കേണ്ട ഒരു പ്രായമല്ലായിരുന്നത്. അപ്പം ഞാൻ അപ്പ അമ്മ പറയുന്നത് നമ്മൾ അനുസരിക്കുക തന്നെയല്ലേ അത്. അപ്പം അങ്ങനെ അങ്ങ് പഠിച്ചു. പക്ഷെ അത് നന്നായില്ലേ. അവിടുന്നാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഗ്യാങ് അവിടുന്ന്. ഞാൻ അപ്പോൾ ആക്ച്വലി ട്രിച്ചിയിൽ ഞാനും സന്തോഷ് നാരായണനും ആക്ച്വലി ഞങ്ങൾ കുറേ മ്യൂസിക് അവിടെ ചെയ്തിട്ടുണ്ട്, അവിടുത്തെ റേഡിയോയ്ക്കൊക്കെ. അതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ലൈഫിൽ. അതിനിടയ്ക്ക് നിങ്ങൾ ഒരു മൈമിന് ലൈവായിട്ട് മ്യൂസിക് വായിക്കുകയൊക്കെ ചെയ്തു. കറക്റ്റ്. അത് ശിവ ആയിരുന്നു അതിൻ്റെ അത് ലീഡ് ചെയ്തിരുന്നത്, ശിവകാർത്തികേയൻ. പക്ഷെ അതൊരു എന്താ പറയാ, ഒരു ആരും ചെയ്യാത്തൊരു സാധനമല്ലേ. സാധാരണ ആൾക്കാർ മ്യൂസിക് പ്ലേ ചെയ്തിട്ട് ഓൾറെഡി ഉള്ള മ്യൂസിക് പ്ലേ ചെയ്തിട്ട്. പക്ഷെ അവിടെയും നമ്മൾ നിരീക്ഷണങ്ങളൊക്കെ നടത്തി. അത് ഞങ്ങളപ്പോൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ 10 പേരാ മെമ്പേഴ്സ്. അതിലപ്പോൾ അവർ 7 പേരോ 8 പേരെങ്ങാണ്ട് അവരുണ്ട്. അപ്പം എന്നോട് ചോദിച്ചേടാ എന്താ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ മ്യൂസിക്, ഏതൊക്കെ മ്യൂസിക് ഇടണം എന്നുള്ളൊരു രീതിയിൽ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് ഇങ്ങനൊന്ന് പ്ലാൻ ചെയ്താലോ, ഞങ്ങൾ പ്ലേ ചെയ്യാം. സോ ഞാനും സുബ്രഹ്മണി എന്ന് പറയുന്ന ഒരു വയലിനിസ്റ്റുമായിരുന്നു. പുള്ളി ഇപ്പം എനിക്ക് തോന്നുന്നു പുള്ളി എഞ്ചിനീയറിംഗ് ജോബിൽ തന്നെ അങ്ങ് പോയി കേട്ടോ. സുബ്രഹ്മണിയും ഞാനോട് ഇരുന്നിട്ട് ഞങ്ങൾ കുറേ ഇങ്ങനെ പ്ലാൻ ചെയ്തു ഈ സീൻസിനൊക്കെ. എന്നിട്ട് ഞങ്ങൾ താഴെ ഇരുന്ന് ഇവർ പ്ലേ ചെയ്യുന്നതിന് പ്ലേ ചെയ്തു. എന്നുവെച്ചാൽ അവർ ഇത് കണ്ടോണ്ട് അങ്ങനെ വായിച്ചു. അപ്പോൾ അത് അന്ന് ഭയങ്കര അത് ഫസ്റ്റ് പ്രൈസ് അടിച്ചു. പിന്നെ അത് ഭയങ്കരമായിട്ട് അവർ പ്ലസ് ലൈക്ക് ഭയങ്കര ഇതായിരുന്നു. എന്ന് വെച്ചാൽ നോർമലി കാസറ്റ് ഇട്ടല്ലേ, CD ഇട്ടിട്ടായിരുന്നു ആ സമയത്ത്. എന്നെ വേണം ഫസ്റ്റ് കൊടുക്കാൻ എന്നൊക്കെ പറഞ്ഞവര്. അത് അങ്ങനെയൊക്കെ പറഞ്ഞവര്, അതായത് സീരിയസ്ലി പറഞ്ഞപ്പം അത് ഭയങ്കര ഒരു ആഘോഷമായിരുന്നു ആ സമയത്ത്. ആദ്യമായിട്ടൊരു മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏതായിരിക്കും? ഞാൻ ആദ്യം കമ്പോസ് ചെയ്തത് +1 +1 പഠിക്കുമ്പം ഞങ്ങൾക്ക് ബാൻഡ് ഉണ്ടായിരുന്നു. ഒരു ഷോ വന്നപ്പം സ്കൂളിൽ ഇങ്ങനെ പെർഫോം ചെയ്യാൻ വന്നപ്പം അതിന് ഫസ്റ്റ് ഒരു പ്രെയർ സോങ് വേണം. സോ അതായിരുന്നു ഫസ്റ്റ് കമ്പോസ് ചെയ്തത്. അതാണ് ഫസ്റ്റ് പാട്ട് ആക്ച്വലി. അത് ലേറ്റർ
എനിക്ക് തോന്നുന്നു ഞാൻ അവിടുന്ന് പഠിച്ചിറങ്ങി കഴിഞ്ഞ് ഒരു 4-5 കൊല്ലം ഞാൻ കേട്ടിട്ടുണ്ട് ആ പാട്ട് അവിടുത്തെ പ്രയർ സോങ് ആയിരുന്നു എന്ന്. എൻ്റെ അന്നത്തെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു N364 എന്ന് പറഞ്ഞൊരു കീബോർഡ് ഉണ്ടായിരുന്നു കോർഗിൻ്റെ. അപ്പോൾ അത് ഫ്ലോപ്പി ഇട്ടിട്ട് നമുക്ക് ഫീഡ് ചെയ്യാം. അപ്പോൾ ഇത് എനിക്കില്ല, കാരണം അത് ഭയങ്കര എക്സ്പെൻസീവ് ആ സമയത്ത്. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന അതിൻ്റെ ചെറിയ ഇങ്ങനെ ഇതൊക്കെയാണ്. അപ്പം ഞാൻ വീട്ടിലാദ്യം ഇത് വേണമെന്നൊക്കെ പറഞ്ഞ് വാശിയൊക്കെ പിടിച്ചു. കാരണം ഞാൻ രണ്ടാമത്തെ ആങ്കൊച്ചാണ്, ഞങ്ങൾ 3 പേരാണ്. അപ്പം ചേച്ചി മൂത്തത്, ചേട്ടൻ, അത് കഴിഞ്ഞ് ഇളയതാണ് ഞാൻ. അപ്പം ഈ ബൈക്ക് തൊട്ട് സൈക്കിളെല്ലാം സെക്കൻഡ് ഹാൻഡ് കിട്ടി വന്ന ആളാണ് ഞാൻ. അപ്പം എനിക്ക് ഇത് രോദനം അത്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഈ സെക്കൻഡ് ഹാൻഡ് അല്ലേ, അപ്പോൾ എനിക്കൊരു കോർഗ് മേടിച്ച് തരണമെന്ന് പറഞ്ഞ് ആദ്യം ഞാൻ വാശി പിടിച്ചു. പിന്നെ ഈ ഇളയ മക്കൾക്ക് വേറൊരു ഗുണവും കൂടെ ഉണ്ട്, അപ്പനും അമ്മയും മൈൻഡ് ചെയ്തില്ല, മനസ്സിലായോ? അപ്പോൾ അങ്ങനെ റെൻറ്റിനെടുത്തു ആ കീബോർഡ്. അന്നത്തെ ഷോയ്ക്ക് റെൻറ്റിനെടുത്തിട്ട് ഞാൻ ഇതിൻ്റെ ഇങ്ങനെ സംഭവങ്ങളൊക്കെ പഠിച്ചിട്ട് ഞാൻ കമ്പോസ് ചെയ്തു. അപ്പോൾ രാത്രി ഇങ്ങനെ ഇരുന്നിട്ട് അതിങ്ങനെ ഓരോന്നും ചെയ്ത് രാവിലെ ഒരു 5:36 ഒക്കെ ആയപ്പോഴാണ് ഇത് ഒരുമാതിരി ഒരു സ്പേസിലെത്തിയത് ഈ പാട്ട്. അപ്പം ഞാൻ അപ്പം കട്ടൻ കാപ്പിയായിട്ട് വരിക. അപ്പം ഞാനിങ്ങനെ കേൾപ്പിച്ചു, അമ്മയൊന്ന് കേൾക്കുന്ന. അതൊരു ഭയങ്കര മൊമെൻ്റ് ആയിരുന്നു. അമ്മ ഭയങ്കര ഇമോഷണലായി. പിന്നെ നെക്സ്റ്റ് ഇയർ അത് കംപ്ലീറ്റ് ചെയ്തോട്ടെ. നെക്സ്റ്റ് ഇയർ എനിക്ക് ആ കീബോർഡ് മേടിച്ചും തന്നു കേട്ടോ വീട്ടിൽ. എന്നുവെച്ചാൽ ആ വർഷം അത് പെർഫോം ഒക്കെ ചെയ്തപ്പോൾ മനസ്സിലായി ഇവൻ ഇത് വെച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന്. അപ്പം അപ്പം അത് തന്നെ അതിന്റെ ബ്രാൻഡ് ന്യൂ തന്നെ എനിക്ക് മേടിച്ചത്. അല്ല, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിബുവിന്റെ മ്യൂസിക്കിന് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? എനിക്ക് അറിയത്തില്ല, എല്ലാവരുമായിട്ട് കണക്ട് ആവണമെന്നൊരു ആഗ്രഹമുണ്ട്, അത്രേ ഉള്ളൂ. എനിക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലി കണക്ട് ആവും അല്ലേ? അത് മേ ബി അറിയില്ല, അത് നമ്മുടെ ഇമോഷൻ ആയിരിക്കും അത്, അല്ലേ? മറ്റുള്ളവരെ കരയിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശമുണ്ടോ? അങ്ങനൊന്നുമില്ല, അങ്ങനെയൊന്നും മാനസികമായിട്ട് എനിക്ക് അങ്ങനെ ഇന്റൻഷനലി നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഉള്ള പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്നതും നമ്മൾ കാണുന്നതും നമ്മൾ ഫീൽ ചെയ്യുന്ന ആ ഹ്യൂമാനിറ്റിയൊക്കെ ഇല്ലേ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും ഇതൊക്കെ വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഒത്തിരി ക്രിമിനലായിട്ട് അപ്രോച്ച് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഭയങ്കര മറ്റേ ക്ലവറായിട്ടൊക്കെ ഇല്ലാതെ നമുക്ക് തോന്നുന്ന സ്നേഹങ്ങളില്ലേ, അതെല്ലാം. പക്ഷെ നമ്മൾ ഒരു മ്യൂസിക് ചെയ്യുമ്പോൾ, എസ്പെഷ്യലി സിനിമയ്ക്ക് വേണ്ടിയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും എന്താണ് നമ്മളുടെ ഒരു മാനദണ്ഡം? അതായത് ഓഡിയൻസിലേക്ക് എത്തണം, വൈഡായിട്ട് ഓഡിയൻസ് ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള മ്യൂസിക് ഉണ്ടാക്കുക എന്നുള്ളതാണോ, അതോ എൻ്റെ ഒരു ആർട്ടിസ്റ്റിക് വിഷൻ വാല്യൂ ഞാൻ ചൂസ് ചെയ്യത്തുള്ളൂ? കാരണം ഞാൻ എൻ്റെ ആദ്യത്തെ ആൽബത്തിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഭയങ്കര മറ്റേ ബുദ്ധി പരിപാടി ബുദ്ധിജീവി ചമയാൻ ശ്രമിച്ചു. ചമയാനല്ല, അതായത് ഇപ്പം ഭയങ്കരമായിട്ടുള്ള ജോണേഴ്സ് ഒക്കെ എടുത്ത് അങ്ങനെയൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് അതിനെ കഴിഞ്ഞും കൂടുതൽ ഞാൻ ഫീൽ ചെയ്യുന്നത് ആൾക്കാരുമായിട്ട് കണക്റ്റ് ആവുന്ന രീതിയിൽ വർക്ക് ചെയ്യാറ്. അവർക്ക് വേണ്ടിയാണല്ലോ നമ്മൾ സെർവ് ചെയ്യുന്നത്. അതെ. ഇനി ഒരു ഫ്യൂച്ചറിൽ ഇപ്പോൾ കുറച്ചും പറഞ്ഞില്ലേ, ഓരോ ജോണർ ചെയ്യണം അങ്ങനെയെന്നുള്ളൊരു ഇതില്ല. പക്ഷെ നല്ലൊരു ഫ്യൂച്ചർ അല്ല, ജോണർ ചെയ്യണം, ആ ജോണർ വേണം എന്നുള്ളിടത്തേ ചെയ്യാവുള്ളൂ. അതായത് ആ പടം ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, അല്ലാതെ ഞാൻ കൊണ്ടുപോയി കുത്തി കയറ്റരുതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായോ? അതായത് ഒരു സീനനുസരിച്ച് ചെയ്യുക എന്നുള്ളതല്ലാതെ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കില്ല നമുക്കിവിടെ ഇത് കാണിക്കാം, നമ്മുടെ കഴിവ്. അതാ നേരത്തെ ചോദിച്ചില്ലേ, കഴിവില്ല കഴിഞ്ഞുപരി അതിനെന്താ വേണ്ടെന്നുള്ളത്. ഓക്കെ. ഈ പാട്ടുകാരെ സെലക്ട് ചെയ്യുന്നതിലുള്ള രീതി എന്താണ്? ഇപ്പോൾ അനിരുദ്ധിനെ കൊണ്ടുവരെ നമ്മൾ പാടിച്ചിട്ടുണ്ട്. അപ്പം അനിരുദ്ധാണെങ്കിൽ തമിഴിൽ അങ്ങനെ തിളങ്ങി നിൽക്കുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ കൂടെയാണ്, നമ്മളെ പോലെ തന്നെ മറ്റൊരു മ്യൂസിക് ഡയറക്ടർ കൂടെയാണ്. അപ്പം അതെങ്ങനെയാണ് ഇപ്പോൾ ഒരു വോയിസ് സെലക്ഷൻ നടത്തുന്നത്? ഈ പാട്ട് ആ പാട്ടിന് എനിക്ക് ഇഷ്ടമായിരുന്നു പുള്ളിയുടെ വോയിസ്. നല്ല രസമല്ലേ അത്, ഒത്തടിപ്പാതല്ലേ പുള്ളിയുടെ വോയിസ് കേൾക്കാൻ. അപ്പം അങ്ങനെ കേൾക്കാൻ രസമുണ്ട്. പക്ഷെ അത് കേൾക്കാൻ രസം ഉണ്ടാകും എന്ന് തീരുമാനിക്കുന്ന ഒരു അത് നമ്മൾ പുള്ളിയുടെ സ്വരം ഇഷ്ടം പോലെ കേൾക്കുന്നല്ലേ, അപ്പോൾ അത് ഇതിൽ വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്നുള്ളൊരു ചിന്ത, അത്രേ ഉള്ളൂ. വോയിസുകളിൽ വളരെ പ്രത്യേകതയുള്ള വോയിസുകൾ താങ്കൾ പ്രത്യേകം ചൂസ് ചെയ്യും? അതായത് ഇപ്പം വളരെ ക്ലീൻ ആവണമെന്നൊന്നുമില്ല, ഇടയ്ക്ക് സ്ക്രാച്ച് ആൻഡ് വിൻ ഓഫർ ഉള്ള വോയിസുകളാണെങ്കിലും കുഴപ്പമില്ല, അതൊന്നും പ്രശ്നമൊന്നുമില്ല. ഓക്കെ. അതിന്റെ കൂടെ അങ്ങനത്തെ റൂളൊന്നും ഇല്ലെന്നേ, എന്ന് വെച്ചാൽ അത് അങ്ങനത്തെ ഒരു റൂളുണ്ടോ നമുക്ക്? അങ്ങനെ മേ ബി പണ്ടുണ്ടായിരിക്കാം, പക്ഷെ ഇന്നില്ല. അത് അങ്ങനൊന്നും ഇല്ലെന്നേ.